വൈറൽ ട്രെൻഡിനെ ദേശീയ പ്രചാരണത്തിന്റെ ഭാഗമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കൈത്തറി വസ്ത്രങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും രാജ്യത്തെ നെയ്ത്തുകാരെ പിന്തുണയ്ക്കാനുമായി ഗെറ്റ് റെഡി വിത്ത് മീ. യുവാക്കളെ മാത്രം ലക്ഷ്യമിട്ട മോദിയുടെ പുതിയ തന്ത്രം. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ദിവസവും കാണുന്ന ഒരു ട്രെൻഡ്, ഗെറ്റ് റെഡി വിത്ത് മീ. പുതിയ വസ്ത്രം ധരിക്കുന്നതും മേക്കപ്പും സ്റ്റൈലും പങ്കുവെച്ച് ലക്ഷക്കണക്കിന് യുവാക്കൾ വീഡിയോ ചെയ്യുന്ന ഈ ട്രെൻഡിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്നാൽ ഈ വീഡിയോ മോദിക്ക് വൈറലാകാൻ വേണ്ടിയല്ല, ഇന്ത്യൻ കൈത്തറി തൊഴിലാളികളുടെ ജീവിതത്തിന് കരുത്തേകാനും യുവാക്കളെ സ്വദേശി ഉൽപ്പന്നങ്ങളിലേക്ക് ആകർഷിക്കാനുമാണ് പ്രധാനമന്ത്രിയുടെ പുതിയ ഡിജിറ്റൽ ക്യാമ്പയിൻ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇൻസ്റ്റഗ്രാമിൽ കൂടുതൽ സജീവമായിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും പ്രത്യേകിച്ച് ജെൻസി വിഭാഗവും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ പുതിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലാകുന്ന ഗെറ്റ് റെഡി വിത്ത് മീ ട്രെൻഡ് ഏറ്റെടുത്താണ് പ്രധാനമന്ത്രി പുതിയ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. എന്നാൽ ഫാഷൻ പ്രദർശിപ്പിക്കാനല്ല, ഇന്ത്യയുടെ കൈത്തറി പാരമ്പര്യത്തെ ലോകത്തിന് മുന്നിലെത്തിക്കാനാണ് ഈ ശ്രമം. ഓഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വീഡിയോ പുറത്തിറക്കിയത്. കഴിഞ്ഞ ആഴ്ച രാജ്യമെമ്പാടും യുവാക്കൾ ഫ്രണ്ട്ഷിപ്പ് ഡേ ആഘോഷിച്ചതുപോലെ അതേ ആവേശത്തോടെ പങ്കാളിത്തത്തോടെയും ദേശീയ കൈത്തറി ദിനവും ആഘോഷിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. വീഡിയോയിൽ കൈത്തറി വസ്ത്രം ധരിക്കുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ച മോദി രാജ്യത്തെ ഓരോ പൗരനും കുറഞ്ഞത് ഒരു കൈത്തറി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷം ആ വസ്ത്രം ധരിച്ച് സ്വന്തം ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ തയ്യാറാക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവും പ്രധാനമന്ത്രി വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 1905 ഓഗസ്റ്റ് 7 സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത്. വിദേശ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ച് സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിച്ച ആ പ്രസ്ഥാനം രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിച്ച ചരിത്ര നിമിഷമായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരക്കണക്കിന് നെയ്ത്തുകാരുടെ കുടുംബങ്ങളാണ് പരമ്പരാഗത കൈത്തറി വ്യവസായത്തെ നിലനിർത്തുന്നത്. ചെറിയ വീടുകളിൽ ഇരുന്ന് അതിമനോഹരമായ വസ്ത്രങ്ങൾ നെയ്യുന്ന ഈ കുടുംബങ്ങളുടെ അധ്വാനത്തെ ആദരിക്കാനാണ് ദേശീയ കൈത്തറി ദിനമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. ഒരു ആത്മനിർഭർ ഭാരത് കെട്ടിപ്പടുക്കണമെങ്കിൽ ഏറ്റവും ചെറിയതും സാമ്പത്തികമായി പിന്നോക്കവുമായ കുടുംബങ്ങൾ വരെ ശക്തരാകണം. കൂടുതൽ ആളുകൾ കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ ഇന്ത്യൻ നെയ്ത്തുകാരുടെ കഴിവ് ലോകം കൂടുതൽ തിരിച്ചറിയുമെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. അടുത്തിടെ യുവാക്കളെ കൂടുതൽ ലക്ഷ്യമിട്ടുള്ള ഡിജിറ്റൽ ആശയവിനിമയങ്ങളാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. റീൽസ്, ഷോർട്ട് വീഡിയോ, വൈറൽ ട്രെൻഡുകൾ എന്നിവയെ പൊതുജന ബോധവൽക്കരണത്തിനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നതാണ് പുതിയ രീതി. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ട്രെൻഡിനെയും ദേശീയ കൈത്തറി ദിനവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ വൈറൽ ട്രെൻഡിനെ ദേശീയ പ്രചരണമായി മാറ്റാനുള്ള പ്രധാനമന്ത്രിയുടെ ഈ നീക്കം ഇതിനോടകം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. യുവാക്കൾ ഈ ആഹ്വാനം എത്രത്തോളം ഏറ്റെടുക്കുമെന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.